നമ്മളെല്ലാവരും പല പല പ്രയാസങ്ങളിലും പല പല സങ്കടങ്ങളിലുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. നമ്മുടെ കൂട്ടത്തിൽ പല ഉമ്മമാരും പല ചെറുപ്പക്കാരും പല ഉപ്പമാരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ വല്ലാത്തൊരു കണ്ണേറാൻ. ഇന്നൽ ഐന ഹഖ്മുൻ, കണ്ണേറ് എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്. അത് ചില മനുഷ്യന്മാരിലേക്ക് അത് വന്നു ചേരും. എന്നാൽ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു പരിഹാരമുണ്ട്. ഞാൻ ഈ പറയും പോലെ നിങ്ങൾ ഓതണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതൂലേ? അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണേറുകൾ മാറിക്കിട്ടും. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നുകൂടെ പറയാം, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ കണ്ണേറുകളെ അല്ലാഹു തആല മാറ്റിത്തരും, അവൻ്റെ സങ്കടങ്ങളെയും അല്ലാഹു തആല മാറ്റിത്തരും. ചില ആളുകൾ കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും. അതൊക്കെ മാറാൻ ഇത് ഏറ്റവും നല്ലതാണ്. നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാധാരണ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, അതിനൊക്കെ ഒരു പരിഹാരം അല്ലാഹു തആല തരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലണം. അല്ലാഹു ഇത് ചൊല്ലാനും അത് പഠിക്കാനും നമ്മുടെ മക്കൾക്കത് ചൊല്ലിക്കൊടുക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. നമ്മളെല്ലാവരും പല പല പ്രയാസങ്ങളിലും പല പല സങ്കടങ്ങളിലുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. നമ്മുടെ കൂട്ടത്തിൽ പല ഉമ്മമാരും പല ചെറുപ്പക്കാരും പല ഉപ്പമാരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ വല്ലാത്തൊരു കണ്ണേറാൻ. ഇന്നൽ ഐന ഹഖ്മുൻ, കണ്ണേറ് എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്. അത് ചില മനുഷ്യന്മാരിലേക്ക് അത് വന്നു ചേരും. എന്നാൽ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു പരിഹാരമുണ്ട്. ഞാൻ ഈ പറയും പോലെ നിങ്ങൾ ഓതണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതൂലേ? അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണേറുകൾ മാറിക്കിട്ടും. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നുകൂടെ പറയാം, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ കണ്ണേറുകളെ അല്ലാഹു തആല മാറ്റിത്തരും, അവൻ്റെ സങ്കടങ്ങളെയും അല്ലാഹു തആല മാറ്റിത്തരും. ചില ആളുകൾ കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും. അതൊക്കെ മാറാൻ ഇത് ഏറ്റവും നല്ലതാണ്. നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാധാരണ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, അതിനൊക്കെ ഒരു പരിഹാരം അല്ലാഹു തആല തരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലണം. അല്ലാഹു ഇത് ചൊല്ലാനും അത് പഠിക്കാനും നമ്മുടെ മക്കൾക്കത് ചൊല്ലിക്കൊടുക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ.